നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മഞ്ഞള്ളൂർ റൂറൽ ബാങ്ക് തട്ടിപ്പ്. അഴിമതി വിവരങ്ങൾ ഉൾപ്പെടുത്തി ആക്ഷൻ കൗൺസിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് മറിച്ച് എംഎൽഎയുടെ പോസ്റ്റർ. ആക്ഷൻ കൗൺസിൽ പ്രതിഷേധത്തിൽ. നീക്കം ചെയ്യണമെന്ന് ആവശ്യം. മഞ്ഞള്ളൂർ റൂറൽ ബാങ്ക് തട്ടിപ്പ്. മുൻ പ്രസിഡന്റിന്റെ സ്വത്ത് വിൽപ്പനയ്ക്കെതിരെ പരാതി നൽകി റൂറൽ ആക്ഷൻ കമ്മിറ്റി കൗൺസിൽ അംഗങ്ങൾ. തുക കൊള്ളയടിച്ച ആളുകൾ അവരുടെ സ്വത്തുവകകൾ വിറ്റ് കൈമാറുന്നതിന് മുൻപായി ബാങ്കിന് കിട്ടാനുള്ള തുക ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ആഗ്രഹിച്ച വികസനങ്ങൾ നടപ്പിലാക്കി. മാത്യു കുഴൽനാടൻ എംഎൽഎ 1298 കോടി രൂപയുടെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ അവതരിപ്പിച്ചു. കിഫ്ബി ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എതിരല്ലെന്നും കിഫ്ബിയിൽ ഓഡിറ്റിംഗ് വേണ്ട എന്ന സർക്കാർ നിലപാടിനെയാണ് എതിർത്തതെന്നും എംഎൽഎ. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ചെങ്കൊടി പാറുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എൻ അരുൺ തിങ്കളാഴ്ച മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ടു. പ്രചരണ വേളയിൽ ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും എൻ അരുൺ. നിയമസഭാ തെരഞ്ഞെടുപ്പ്. പിറവം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് എംഎൽഎ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും ഒപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. വാർത്തകൾ വിശദമായി. വാഴക്കുളത്ത് മഞ്ഞള്ളൂർ റൂറൽ ബാങ്ക് തട്ടിപ്പിലെ അഴിമതി വിവരങ്ങൾ ഉൾപ്പെടുത്തി ആക്ഷൻ കൗൺസിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് മറിച്ച എംഎൽഎയുടെ പോസ്റ്റർ. ആക്ഷൻ കൗൺസിൽ പ്രതിഷേധത്തിൽ. മഞ്ഞള്ളൂർ റൂറൽ സഹകരണ ബാങ്കിലെ 22 കോടിയുടെ തട്ടിപ്പ് വിവരങ്ങൾ ഉൾപ്പെടുത്തി ആക്ഷൻ കൗൺസിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് പൂർണ്ണമായും മറിച്ചുകൊണ്ട് എംഎൽഎയുടെ പോസ്റ്റർ പതിപ്പിച്ചു. വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രിക്ക് മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന ബോർഡിന് മുകളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി. തട്ടിപ്പ് വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് ബോധപൂർവം മറച്ചുവെക്കാനും നിക്ഷേപകരുടെ ശബ്ദം ഇല്ലാതാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയിൻ പാലക്കാട്, കൺവീനർ ഷാജു ജോർജ്, സെക്രട്ടറി തോമസ് ജോൺ, ട്രഷറർ ജോണി നാടംകണ്ടത്തിൽ, യൂജിൻ വട്ടാക്കുന്നുംപുറം എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ഈ നടപടിയെ ശക്തമായി അപലപിച്ചു. ഫ്ലെക്സിന് മുകളിലെ പോസ്റ്റർ ഉടൻ നീക്കം ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിലെ മുൻ പ്രസിഡന്റിന്റെ സ്വത്ത് വിൽപ്പനയ്ക്കെതിരെ പരാതി നൽകി റൂറൽ ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി അംഗങ്ങൾ. ബാങ്കിന്റെ നിക്ഷേപത്തുക കൊള്ളയടിച്ച ആളുകൾ അവരുടെ സ്വത്തുവകകൾ വിറ്റ് കൈമാറുന്നതിന് മുൻപായി ബാങ്കിന് കിട്ടാനുള്ള തുക ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്ന മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിലെ മുൻ പ്രസിഡന്റിന്റെ സ്വത്ത് വിൽപ്പനയ്ക്കെതിരെ പരാതി നൽകി മഞ്ഞള്ളൂർ റൂറൽ ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി അംഗങ്ങൾ. മൂവാറ്റുപുഴ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർക്കാണ് ആക്ഷൻ കൗൺസിൽ പരാതി നൽകിയത്. ബാങ്കിന്റെ നിക്ഷേപത്തുക കൊള്ളയടിച്ച ആളുകൾ അവരുടെ സ്വത്തുവകകൾ വിറ്റ് കൈമാറുന്നതിന് മുൻപായി ബാങ്കിന് കിട്ടാനുള്ള തുക ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പരാതി നൽകിയിരിക്കുന്നത്. ജോയി മാളികലിന്റെ ഭൂമി വിൽപ്പന നടന്നു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം അറിഞ്ഞില്ല എന്ന് നടിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒത്തുചേരാനും ഇവർക്ക് പരാതി കൊടുക്കാനായിട്ട് വന്നത്. ARന്റെ ഓഫീസിൽ ഇങ്ങനെ ജോയി മാളികലിന്റെ ഭൂമി വിറ്റുപോയി എന്ന കാര്യം രജിസ്ട്രേഷൻ നടക്കാൻ പോവുകയാണ് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച എന്ന കാര്യം അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ വരികയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഞങ്ങളോട് സഹകരണ മനോഭാവം അല്ല കാണിച്ചിട്ടുള്ളത്. അപേക്ഷ സ്വീകരിച്ചു, ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും അറിയാത്തവരെ പോലെ അവൻ അഭിനയിക്കുകയാണ്. നിക്ഷേപം മുഴുവനും നഷ്ടപ്പെട്ട സാഹചര്യം കേരളത്തിലെ അപൂർവം ബാങ്കുകളിൽ ഒരു ബാങ്കായി തീരുകയാണ് മഞ്ഞള്ളൂർ റൂറൽ ബാങ്ക്. ഞങ്ങൾ ഇത്രയും പ്രായമായ മനുഷ്യർ അവരുടെ ആയുഷ്കാല ജീവിതം മുഴുവൻ സമ്പാദ്യവും അവരുടെ മക്കളുടെ വിവാഹവും പെരപണിതവും കിടപ്പടം വിറ്റതുമായ എല്ലാ പൈസയും കൊണ്ടൊന്ന് നിക്ഷേപിച്ചിരിക്കുന്ന ആ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയ മുൻ ഭരണസമിതിയും ഇപ്പോഴുള്ള ഭരണസമിതിയും അവരുടെ തുടർച്ച തന്നെയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഞങ്ങൾ ARന് പരാതി കൊടുത്തിട്ടുണ്ട്. ജോയി മാളികലിൻ്റെ ഭൂമി വിൽക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. വിൽക്കുമ്പോൾ 10 കോടിയോളം രൂപ ഞങ്ങളുടെ 22 കോടി രൂപയിൽ ഏതാണ്ട് 10 കോടി രൂപയോളം മോഷ്ടിച്ചു കൊണ്ടുപോയ ധനാപകരണം നടത്തിയ ആ വ്യക്തിയും ആ കുടുംബവും ഞങ്ങളുടെ ധനം തിരിച്ചടയ്ക്കാനുള്ള ഒരു സാഹചര്യം ഈ ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. അവർ ചെയ്യേണ്ട പണി ഇന്ന് ഞങ്ങൾ ചെയ്യുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാലാകാലങ്ങളിൽ ഓഡിറ്റ് നടത്തിയപ്പോൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോഴിതാ 22 കോടി 23 കോടി രൂപ നഷ്ടപ്പെട്ടതായിട്ട്
ബാങ്ക് അടച്ചുപൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു പൈസ പോലും നിക്ഷേപകന് കൊടുക്കാനില്ലാത്ത, നിക്ഷേപിച്ചവന് ഒരു രൂപ പോലും കൊടുക്കാൻ സാഹചര്യമില്ലാത്ത അവസ്ഥയായപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ അറിഞ്ഞില്ല, ഓഡിറ്ററിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ആ സംവിധാനം, ആ വേദനാജനകമായ ആ ദുഷ്ടലാക്കോടുകൂടിയുള്ള അവരുടെ ആ പ്രവർത്തനം ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൈക്കൂലിയായിരിക്കാം, അല്ലെങ്കിൽ സ്വജനപക്ഷപാതമായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമായിരിക്കാം. നിക്ഷേപകരായ സാധാരണ ജനങ്ങൾക്ക് ഇത് മൂന്നുമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. മഞ്ഞളൂർ റൂറൽ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം തിരികെ ലഭിക്കുന്നതുവരെ ആധാര രജിസ്ട്രേഷൻ തടഞ്ഞു വെക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ആഗ്രഹിച്ച വികസനങ്ങൾ നടപ്പിലാക്കിയെന്ന് മാത്യു കുഴൽനാടൻ MLA. കിഫ്ബി ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് താൻ എതിരല്ലെന്നും കിഫ്ബിയിൽ ഓഡിറ്റിംഗ് വേണ്ട എന്ന സർക്കാർ നിലപാടിനെയാണ് എതിർത്തതെന്നും MLA. മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ആഗ്രഹിച്ച വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയതെന്ന് മൂവാറ്റുപുഴ മണ്ഡലം UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ. സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ പോരാടിയത് ഒരു പൊതുപ്രവർത്തകൻ ഉയർത്തിപ്പിടിക്കേണ്ട നീതിബോധം തന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. 1298 കോടി രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷത്തിൽ മണ്ഡലത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞതായും കേരഗ്രാമം, ക്ഷീരഗ്രാമം പദ്ധതികൾ നടപ്പിലാക്കിയ ഏക മണ്ഡലം മൂവാറ്റുപുഴയാണെന്നും മാത്യു കുഴൽനാടൻ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മളൊരു മുന്നോട്ട് വെച്ച മുദ്രാവാക്യം കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്നുള്ളതായിരുന്നു. അതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 100% എന്ന് പറഞ്ഞില്ലെങ്കിലും പ്രതീക്ഷിച്ചതിലെ ഏറ്റവും പ്രധാനമായി ടാർഗറ്റ് ചെയ്ത 3 പദ്ധതികൾ 2 പൂർത്തീകരിച്ചു. 3ാമത്തെ പദ്ധതി പുരോഗതിയിലാണ്. അതുകൂടാതെ നിരവധി പദ്ധതികൾ മൂവാറ്റുപുഴയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. 1298 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാനും അംഗീകാരം വാങ്ങാനും അല്ലെങ്കിൽ അനുമതി വാങ്ങിയെടുക്കാനും ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് 5 വർഷക്കാലത്തെ പ്രവർത്തനം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒന്നായിരുന്നു. മൂവാറ്റുപുഴ EEC മാർക്കറ്റ് വികസനത്തിനായി പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഇതിന് അന്തിമാനുമതി നൽകിയിട്ടില്ല. ഈ പദ്ധതി UDF സർക്കാർ വരുമ്പോൾ നടപ്പിലാക്കുമെന്നും MLA പറഞ്ഞു. നിയോജകമണ്ഡലത്തിലെ എല്ലാ ഡയാലിസിസ് രോഗികൾക്കും എല്ലാ മാസവും MLAയുടെ മിനിമം ഒരു കൂപ്പൺ ഞാൻ വെച്ച് നൽകുന്നുണ്ട്. അതൊരു ചെയ്യാൻ കഴിഞ്ഞ സന്തോഷമുള്ള കാര്യങ്ങളിലൊന്നാണ്. പിന്നെ പ്രായമുള്ള അമ്മമാരെ, വയോജനങ്ങളെ ടേക്ക് കെയർ ചെയ്യാനുള്ള പദ്ധതികളുണ്ടായിരുന്നു. പിന്നെ ഏഞ്ചൽസ് എന്ന് പറയുന്ന പദ്ധതി വലിയ അംഗീകാരം കിട്ടിയൊരു പദ്ധതിയാണ്. വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം എന്ന പുതിയൊരു കോൺസെപ്റ്റ് മൂവാറ്റുപുഴയിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. വയോജനങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു നയം നമുക്കുണ്ടാകണം. അതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF അതിനുള്ള നയരൂപീകരണം വേണമെന്ന് പറഞ്ഞു. ഒടുവിൽ നമ്മുടെ മാനിഫെസ്റ്റോ വന്നപ്പോൾ UDF സർക്കാർ ഉണ്ടായാൽ ഒരു വയോജന മന്ത്രാലയം, വയോജന ക്ഷേമത്തിനൊരു മന്ത്രി ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞു. വൺ ഓഫ് ദി ഗ്യാരണ്ടി, രാഹുൽ ഗാന്ധി പറഞ്ഞ വൺ ഓഫ് ദി ഗ്യാരണ്ടി അതാണ്. ഞാൻ അമ്മ മനസ്സ് എന്ന പേരിൽ നടത്തിയ പരിപാടിയും ഈ വയോജന വിജ്ഞാന സൗഹൃദ കേന്ദ്രത്തിന്റെ ഡീറ്റെയിലും ഞാൻ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ലീഡർഷിപ്പിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിഫ്ബി ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് താൻ എതിരല്ലെന്നും കിഫ്ബിയിൽ ഓഡിറ്റിംഗ് വേണ്ട എന്ന സർക്കാർ നിലപാടിനെയാണ് എതിർത്തതെന്നും MLA. മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിലെ യുവാക്കളുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ദളിത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, മറ്റ് അരികുവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെയും സമൂഹങ്ങളുടെയും പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പൊതു വിഷയങ്ങൾ, PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വിഷയം തുടങ്ങി ആശാ വർക്കർമാരുടെ പ്രശ്നം, അംഗൻവാടി ടീച്ചർമാരുടെ പ്രശ്നം, പാചക തൊഴിലാളികളുടെ പ്രശ്നം, ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രശ്നം, അങ്ങനെ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങളും ഏറ്റവും കൂടുതൽ ചർച്ചകൾ പങ്കാളിത്തവും അങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധ ക്ഷണിക്കലും അതുപോലെ സബ്മിഷനും പരിശോധിച്ചാൽ ആദ്യവട്ട MLA എന്ന നിലയിൽ ഒരുപക്ഷെ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനിടയായി. MLA എന്ന നിലയിൽ ലഭിച്ച ശമ്പളമായ 25 ലക്ഷം രൂപ പൊതുജനങ്ങൾക്ക് വേണ്ടി തന്നെ വിനിയോഗിച്ചത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ തീരുമാനമാണെന്നും MLA പറഞ്ഞു. KM സലീം, KM അബ്ദുൾ മജീദ്, സാബു ജോൺ, PP എൽദോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ചെങ്കൊടി പാറുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി N അരുൺ തിങ്കളാഴ്ച മൂവാറ്റുപുഴ നഗരത്തിൽ വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. വിദ്യാർത്ഥി യുവജന അവകാശ സമരങ്ങളിലെ മുന്നണി പോരാളി N അരുൺ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ LDFനായി കളത്തിലിറങ്ങിയതോടെ കഴിഞ്ഞ പ്രാവശ്യം നേരിയ വോട്ടിന് നഷ്ടപ്പെട്ട മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ചെങ്കൊടി പാടുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി N അരുൺ തിങ്കളാഴ്ച മൂവാറ്റുപുഴ നഗരത്തിൽ വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. PO ജംഗ്ഷൻ, KSRTC, കച്ചേരിത്തടം തുടങ്ങിയ നഗരത്തിന്റെ വിവിധയിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സന്ദർശിച്ച് അരുൺ വോട്ടഭ്യർത്ഥിച്ചു.
മൂവാറ്റുപുഴ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി മുന്നോട്ടു പോവുകയാണെന്നും പ്രചരണ വേളയിൽ ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും എൻ അരുൺ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മൂവാറ്റുപുഴയുടെ വികാരത്തിനനുസരിച്ച് ഈ മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അത് 5 വർഷക്കാലം മൂവാറ്റുപുഴയിൽ അതിന്റെ വേഗത കുറവുണ്ടായിട്ടുണ്ട്. ഒരു ഇടത് ജനപ്രതിനിധി ഈ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഇവിടെ സുനിശ്ചിതമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ എല്ലാവരും. അതിനോടൊപ്പം തന്നെ മൂവാറ്റുപുഴ ആഗ്രഹിക്കുന്നു ഇടതിന്റെ വിജയം ഈ മണ്ണിൽ. വളരെ നല്ല പ്രതികരണമാണ്. പ്രത്യേകിച്ച് നമുക്കൊക്കെ സുപരിചിതമായ മേഖലയാണ്. ഇടതുപക്ഷത്തെ എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന വോട്ടർമാരാണ് മൂവാറ്റുപുഴയിലുള്ളത്. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഊർജ്ജം. AISF സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം, AIYF ജില്ലാ സെക്രട്ടറി, AISF മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ്, AISF ജില്ലാ സെക്രട്ടറി, AIYF സംസ്ഥാന പ്രസിഡന്റ്, CPI സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയായി അരുൺ തെരഞ്ഞെടുക്കപ്പെട്ടത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ കഥാകൃത്ത്, സിനിമ, ഡോക്യുമെന്ററി, നാടക സംവിധായകൻ എന്നീ നിലകളിലും എൻ അരുൺ സജീവമാണ്. വരും ദിവസങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ അരുൺ ഊർജിതമാക്കും. തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. പിറവം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് MLA നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF പ്രവർത്തകരും കുടുംബാംഗങ്ങൾക്കുമൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പിറവം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് MLA നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം എത്തി പിറവം നിയോജക മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും തഹസിൽദാറുമായ അജിത് കുമാർ KGക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. Having been nominated as a candidate to fill seat in the Kerala Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, and that I will uphold the sovereignty and integrity of India. കേരളത്തിലുടനീളം UDFന് അനുകൂലമായ തരംഗമാണ് നിലനിൽക്കുന്നതെന്നും പിറവത്തും അത് പ്രതിഫലിക്കുമെന്നും അനൂപ് ജേക്കബ് MLA പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി പ്രചരണം ആരംഭിച്ചു പിറവത്ത്. UDF എല്ലാ അർത്ഥത്തിലുമുള്ള വലിയൊരു വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കേരളത്തിൽ ആകമാനം UDFന് അനുകൂലമായ വലിയൊരു തരംഗമാണ് നിലനിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും പിറവത്തും അത് പ്രതിഫലിക്കും. നല്ലൊരു വിജയം തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ച് പിറവത്തുണ്ടാവും. ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒന്നാണ്. ഞങ്ങളെല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ UDFൻ്റെ നല്ലൊരു ഏകോപനത്തിൽ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ പിറവത്ത് കാഴ്ചവെക്കുന്നത്. അത് തീർച്ചയായിട്ടും വോട്ടിംഗ് പാറ്റേണിൽ പ്രതിഫലിക്കും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ലീഡിലും ഇൻക്രീസ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളും അനൂപ് ജേക്കബ് MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. കല്ലൂർക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം. ഭഗവതിയുടെ ഇഷ്ടകലാരൂപമായ കാളകളിക്ക് തുടക്കം. ശനിയാഴ്ച രാവിലെ മുതൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശം ചുറ്റിയുള്ള കാളകളിക്ക് നീറമ്പുഴ നഗറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തിയതോടെയാണ് തുടക്കം കുറിച്ചത്. 30 വർഷമായി ഈ മേഖലയിൽ സജീവമായ ഗോപിയെ പ്രസിഡന്റ് ആദരിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.
പുളിഞ്ചോട് മുണ്ടയ്ക്കൽ ME അഗസ്റ്റിൻ ബേബി 86 നിര്യാതനായി. സംസ്കാരം ഞായറാഴ്ച 2:30 മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയിൽ നടത്തപ്പെടും. ഭാര്യ റോസി, പെരുമ്പല്ലൂർ പയ്യപ്പള്ളി കുടുംബാംഗം. മക്കൾ ജിജോ, ജോജി, ബേബി. മരുമക്കൾ ബീന, സൗമ്യ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.